ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കള കുറച്ച് കൂതറായിട്ടാണ് കിടക്കണത്. വേറെ ഒന്നുമല്ല, തലേ ദിവസം പാത്രം കഴുകിയതൊക്കെ അവിടെ നിരന്തരം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് സ്റ്റാൻഡിലേക്ക് കയറ്റി വെച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം അപ്പോൾ കഴുകിയിട്ട് നീ പാത്രം അവിടെ വെച്ചോ, അമ്മ തുടച്ച് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയി, അപ്പോൾ അത് കാരണം പാത്രങ്ങളൊന്നും എടുത്തു വയ്ക്കാനായിട്ട് പറ്റില്ല. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ, അപ്പോൾ അത് കാരണം അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ആ ഒരു പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്വത്തുട്ടീനെ അംഗൻവാടിയിൽ കൊണ്ടാക്കണം. അപ്പോൾ അതിനേക്കാൾ മുന്നേ നമുക്ക് വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അംഗൻവാടിയിൽ നമുക്ക് ഒരു 8:45 എത്തിച്ചേരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം വേഗം ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായ വെച്ചിട്ടുണ്ട്, പക്ഷേ ചായ കുടിച്ചിട്ടില്ല. അമ്മയാണെങ്കിൽ അവിടെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്, അടിച്ചുവാരി തുടക്കിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വേഗം ചോറ് വയ്ക്കാനായിട്ട് നോക്കാൻ കേട്ടോ. ചോറ് വെച്ചിട്ട് വേണം നമുക്ക് ഇനി ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ. കൂട്ടാൻ വെച്ചിട്ടില്ല. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും ഇനി നേരം വൈകുകയാണ് കേട്ടോ, സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സ്വത്തുട്ടി ആണെങ്കിൽ എണീറ്റിട്ടില്ല. സ്വത്തുട്ടി എണീറ്റ് അവനെ ഒരുക്കി പിന്നെ അവൻ എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് എന്നിട്ടൊക്കെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കുള്ള കറി വെച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോവാം, എന്നിട്ട് വന്നിട്ട് നമുക്ക് കറിയൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നേരം വൈകിട്ട് എണീറ്റ്, കാരണം വേറെ ഒന്നുമല്ല, തലേ ദിവസം നേരത്തെ കിടന്ന് ഉറങ്ങാത്ത കാരണം കേട്ടോ. സംഭവം നമ്മൾ നേരത്തെ എണീക്കുവാണെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസും അല്ലെങ്കിൽ ടൈമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. പക്ഷേ ഈ നേരം വൈകി എണീറ്റ് വേണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഇന്ന് ഞാൻ മുഖത്തൊന്ന് ചെറിയൊരു ഫേസ് പാക്ക് ഒന്നുമല്ല, നമ്മൾ തൈലിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കരിവാളിപ്പ് ഉണ്ട്, അതൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വയ്ക്കാൻ കേട്ടോ. 2 പേരുണ്ടായിട്ട് ഈ വീട്ടിൽ എന്താ അത്ര മല മറിക്കണ പണിയെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ 2 പേരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് തലേ ദിവസം തന്നെ പറയും, അമ്മ അടുക്കളയിലോട്ട് കയറരുത്, പണികളൊന്നും ചെയ്യരുത്, അവിടെ കടന്നു പോകുമെന്ന് പറയുള്ളൂ. കാരണം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറയും. പക്ഷേ ഞാൻ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, അതാണ് പ്രശ്നം. ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ എണീക്കാറുണ്ട്, പ്രോപ്പറായിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇടാറുണ്ട്, എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നേരെ വൈകി കിടക്കുമ്പോൾ നമുക്ക് പൊതുവെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പറഞ്ഞ പോലെ എണീക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ മടിയൊക്കെ പിടിക്കും, കാരണം അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളെ ഒന്നും വല്ല നീക്കായിരുന്നാലും അമ്മ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വീഡിയോ എടുക്കേണ്ട ഒരു ഇതിൽ ഞാൻ വേഗം എണീറ്റ് ഓരോ പരിപാടികൾ ചെയ്യണം. എനിക്ക് പറ്റുന്ന പണികൾ ഞാൻ ചെയ്യും. പിന്നെ അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തുട്ടിക്ക് അംഗൻവാടി പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ കടന്ന് പരക്കം പാച്ചിൽ ചെയ്യുമ്പോൾ അമ്മ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് എന്നെ കൊണ്ട് ഒക്കത്തില്ല, ആ പണികൾ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ ചെയ്യാറുണ്ട്. നമ്മൾക്ക് വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പണികൾ ചെയ്യാവുന്നേ ഉള്ളൂ, ചെയ്ത് തീർക്കാവുന്ന പണികളെ ഈ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സ്വത്തുട്ടി ഇതാ അവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. സ്വത്തുട്ടി ഇന്ന് എണീറ്റിട്ട് നേരെ എൻ്റെ അടുത്ത് അടുക്കളയിലോട്ടാണ് വന്നത്. അമ്മമ്മയുടെ അടുത്തേക്കൊന്നും പോയില്ല, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് പോവുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് സ്വത്തിനെ അവിടെ ഇരുത്തിപ്പിച്ചതാണ് കേട്ടോ. ഇനി എനിക്ക് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി സ്വത്തുട്ടീനെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണം. കാരണം സ്വത്തുട്ടിക്ക് അവിടെ പൊടിയരിക്കഞ്ഞി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇതാ പൊടിയരിക്കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതായിട്ട് വേണം സ്വത്തുട്ടിക്ക് കൊടുക്കാൻ. അപ്പം ഞാൻ സ്വത്തുട്ടിയുടെ മുഖമൊക്കെ കഴുകിയിട്ടോ. ഇനി സ്വത്തുട്ടിക്ക് എനിക്കും കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ വെച്ചായിരുന്നു, പക്ഷെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും സ്വത്തുട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ചായ കുടിക്കും. അപ്പോൾ സ്വത്തുട്ടിയുടെ കഞ്ഞി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പൊടിയരി കഞ്ഞിയാണ് വയ്ക്കുന്നത്, അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അവസാനം ഗൈസ് ഞാൻ കഞ്ഞി കുടിച്ച് സ്വത്തുട്ടിയുടെ റെഡിയാക്കി ഞാനും റെഡി ചെയ്ത് അംഗനവാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് കുറച്ച് ലേറ്റായി, അത് കാരണം ബാക്കി വീഡിയോസൊന്നും എടുക്കാതിരുന്ന്. അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ, അമ്മയുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ സ്വത്തുട്ടീനെ എടുക്കണം എന്ന് പറഞ്ഞ കാരണം ഞാൻ എടുത്തതാണ്. പിന്നെ കുറച്ച് ലേറ്റ് ആയല്ലോ, നമ്മൾ 8:45 കഴിഞ്ഞ് 9 മണിയൊക്കെ ആവാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ
എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാവുക. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 9 മണിക്ക് എത്തേണ്ട ആൾ ചിലപ്പോൾ 8:30 എത്തുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈശ്വര 9 മണി എന്ന് പറഞ്ഞിട്ട് ഇനി കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ടാവും എന്ന് ടെൻഷനായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തുന്നേ ഉള്ളൂ. പിന്നെ ടീച്ചറൊക്കെ അത് കൊടിയുടെ സെറ്റപ്പൊക്കെ ചെയ്ത് തീർക്കണേ ഉള്ളൂ കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് പിള്ളേരും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അവിടെ ഓരോ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് അമ്മയാണെങ്കിൽ അവിടെ ടീച്ചർ കൂടെ പൂ പൊട്ടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്വത്തുട്ടി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്വത്തുട്ടിയുടെ ഈ മൂമെൻറ്റ്സൊക്കെ അവന് വലുതാകുമ്പോൾ കുറച്ച് ഹാപ്പി ആയിരിക്കും കാണുമ്പോൾ അല്ലേ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ചെറിയൊരു ഫോട്ടോ പോലും ഉണ്ടായിരിക്കില്ല. എൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ, 2-3 ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചെറുപ്പകാലം എങ്ങനെയായിരിക്കും നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഓർമ്മിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ മൂമെൻറ്റ്സ് അംഗൻവാടിയിലത്തെ, സ്കൂളിലത്തെ, കോളേജിലത്തെ പിന്നെയുണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുക. ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് ഫോണാവുമല്ലോ. പക്ഷേ ചെറുപ്പത്തിലുള്ള നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് വലുതാകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം അല്ലേ. പിന്നെ ഇന്നത്തെ പോലത്തുള്ള സൗകര്യങ്ങളൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക മാന്ദ്യമൊക്കെ കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അഭാവമല്ലേ. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പതാക ഉയർത്താനായിട്ട് പോവുകയാണ് കേട്ടോ. പതാക ഉയർത്തുന്നത് നമ്മുടെ വാർഡ് മെമ്പറാണ്. അപ്പോൾ വാർഡ് മെമ്പർ നമ്മുടെ ചേട്ടനായിട്ട് വരും. അതായത് സ്വത്തുട്ടിയുടെ വലിയച്ഛനൊക്കെ ആയിട്ട് വരും കേട്ടോ. അതായത് പ്രവീൺ ചേട്ടനായിട്ട് വരും. അപ്പോൾ ചേട്ടനാണ് കൊടി ഉയർത്താനായിട്ട് പോകുന്നത്. റെഡി എല്ലാവരും ചെല്ലണേ, മനസ്സിലണേ. ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ പഞ്ചാബ് സിന്ധു ഗുജറാത്ത മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തബ ശുഭ നാമേ ധ്യാഹേ तब शुभ आशीष माहे ध्याहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പതാകയാണ് നോക്കിയിട്ട് സല്യൂട്ട് അടിച്ച് അങ്ങനെ എല്ലാരും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മുടെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു. കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കാൻ കേട്ടോ. ഒരു ബിസ്ക്കറ്റാണ്, അതാണ് കൊടുക്കുന്നത്. പായസമൊന്നും ഉണ്ടാക്കിയില്ല. നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വലിയ ആഘോഷത്തിലൊന്നും അല്ല നമ്മൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഉള്ളതുപോലെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മെമ്പർ ചേട്ടൻ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്വത്തുട്ടി ഇതാ അവിടെ ഉണ്ട് കേട്ടോ. പാവം കുട്ടീനെ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വത്തുട്ടി പുറത്തിറങ്ങി ഇതേപോലെ ഭയങ്കര സൈലൻ്റ് ആട്ടോ. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കൂട്ടം ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ അംഗൻവാടി വരുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന കാരണം. പിന്നെ ആൾ വലിയ മടിയൊന്നുമില്ല കേട്ടോ. 2 ആഴ്ചത്തോളമായിട്ട് അംഗൻവാടിക്ക് പോയിട്ട് ഇപ്പോഴാണ് പോകുന്നത്. മടിയൊന്നുമില്ല. അപ്പോൾ ചേട്ടനാണെങ്കിൽ ആ ബിസ്ക്കറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു, എനിക്കും കിട്ടി. ഇനി അവസാനം ചെറിയൊരു പ്രസംഗമാണ് കേട്ടോ മെമ്പർ ചേട്ടൻ്റെ. പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഫ്ലാഗ് കിട്ടും 9:00 കണ്ണടിച്ചാലും ഫ്ലാഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. അങ്ങനെ നമ്മുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞു. മെമ്പർ ചേട്ടൻ നമ്മുടെ വേറെ അംഗൻവാടി ഉണ്ട് തൊട്ടടുത്ത് തന്നെ, അങ്ങോട്ട് പോയേക്കാണ്. അവിടെയും പരിപാടിക്ക് കൂടണമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറാണെങ്കിൽ പിള്ളേരൊക്കെ നിരത്തിയിരുത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സ്വത്തുട്ടി ആണെങ്കിൽ ഏറ്റവും ബാക്കിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിലിരിക്കുമ്പോൾ സ്വത്തുട്ടീനെ കാണില്ല. അപ്പോൾ ടീച്ചർ തന്നെ പിടിച്ചിട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുട്ടികളുടെ അടുത്ത് വേഗം ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു, അമ്മമാരുടെ കൂടെ പൊക്കോളാനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വത്തുട്ടിയെ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കഞ്ഞിയൊക്കെ കുടിച്ചു ഞങ്ങൾ. ക്ലാസ്സൊത്ത അല്ലേ?
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും